Praise the Lord. Very good morning to you all. Hallelujah. So we have in New Year, that is 2026. We have entered faithfully. Hallelujah. With great hallelujah encouragement and hallelujah with great expectations. Hallelujah. With great, we are going to receive great blessings this 2026. Hallelujah. Lot of prophecies. Hallelujah. Hallelujah. Lot of prophecies over us is going to be fulfilled in this 2026. Hallelujah. So with great joy and praise, hallelujah, we have entered this 2026. Hallelujah. I hope all are happy. Hallelujah. I'm very happy to receive today's God's morning message. Hallelujah. 2026 ദൂതൊക്കെ ഞാൻ വീഡിയോയിൽ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ റഹബൂത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസിലും മീഡിയാസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ഈ 2026 കർത്താവ് വൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പോവുക. ദൈവമക്കളെ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ബിക്കോസ് എന്നോട് കർത്താവ് നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു. ആൻഡ് ഓൾസോ ഐ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് prophecies from the prophets and also through Holy Spirit. Likewise, so I'm very happy to be in this 2026. Hallelujah. 2025 കാലം ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വലിയ ഹാർവസ്റ്റ് നടക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2026. ഓൾസോ ഈ 2026 ഒരുപാട് ഫ്രൂട്ട്ഫുൾനെസ് നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ മിനിസ്ട്രിയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു ഫ്രൂട്ട്ഫുൾനെസ്, ഒരു അബൻഡൻസ്, ഒരു വലിയ കർത്താവിൻ്റെ ഫേവർ നമ്മുടെ മേൽ വീഴുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ വചനം വിട്ട് നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും പോകരുത്. ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ദൈവ പൈതലിന് കർത്താവ് ഒരു നന്മയും കുറയ്ക്കത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ആൻഡ് സെക്കൻഡ് തിങ്, യു ഹാവ് ടു ബി യു ഹാവ് ടു ബി ഫിൽ വിത്ത് ഗോഡ്സ് പ്രസൻസ് ഓൾവേസ്. നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴോ, നമ്മളൊരു വിശുദ്ധ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോഴോ അല്ല, നമ്മളൊരു കൂട്ടായ്മയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമല്ല, ദൈവസാന്നിധ്യം, വി ഷുഡ് ബി ഗ്ലോറി കാരിയേഴ്സ്. കർത്താവിൻ്റെ വലിയ ഗ്ലോറി എപ്പോഴും ക്യാരി ചെയ്യുന്നവരായിരിക്കണം. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരാൻ പോണ ഒരു വർഷമാണ് 2026. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഒരുപാട് ചലഞ്ചസ് നമുക്ക് എഗൻസ്റ്റ് വരുമെങ്കിലും നമ്മൾ പ്രാർത്ഥനാ പോരാളികളാണെങ്കിൽ നമ്മളിതിനെല്ലാം ഓവർകം ചെയ്യും ദൈവമക്കളെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒട്ടും കുറവ് വരുത്തരുത്. ഹല്ലേലൂയ. അതും ഈ വചനം, ഈ 3 കാര്യങ്ങൾ, ഹല്ലേലൂയ, വചനം പ്രമാണിക്കുക, വചനം മെഡിറ്റേറ്റ് ചെയ്യുക, ഹല്ലേലൂയ, സിറ്റ് വിത്ത് ഗോഡ്. എന്താ പറയുക, നിങ്ങൾക്ക് അതിനു വേണ്ടി സമയം കണ്ടെത്തുക. എത്ര തിരക്കുള്ളവരാണെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഇരിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ഫുൾ കൺട്രോൾ നമ്മൾ കൊടുക്കുക. ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് കൺട്രോൾ us. ഹല്ലേലൂയ. നമ്മുടെ വിചാരങ്ങളോ നമ്മുടെ വികാരങ്ങളോ നമ്മുടെ പേർപ്പസോ അല്ല ഈ ഭൂമിയിൽ നമ്മൾ നിറവേറ്റേണ്ടത്. ദൈവത്തിൻ്റെ പേർപ്പസാണ് നമ്മൾ നിറവേറേണ്ടത്. ഈവൻ 2026 is a number of God's number. ആൻഡ് എന്താ പറയുക, ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2026. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ മേഖലകൾ, ബിസിനസ് മേഖലയിലായിക്കോട്ടെ, നമ്മുടെ ജോലി തലത്തിലായിക്കോട്ടെ, നമ്മുടെ എല്ലാ മിനിസ്ട്രിയിൽ, നമ്മുടെ എല്ലാ ഫാമിലി ലൈഫ് ഒക്കെ, നമ്മുടെ തലമുറയുടെ വിഷയത്തിലൊക്കെ കർത്താവ് ഒരു വലിയ വർധനവ് തരുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വി ഷുഡ് ബി എന്താ പറയുക, പ്രേയർഫുള്ളി ലീഡ് സ്പിരിച്വൽ ലൈഫ്. ഹല്ലേലൂയ.
താലാഭാഷേക്കോ റസിയ നമ്മളോടുള്ള എല്ലാ വാഗ്ദത്തങ്ങളും നമ്മുടെ മേൽ നിറവേറുന്ന ഒരു വർഷമാണ് 2026. ആൻഡ് നെവർ മിസ്, എന്താ പറയുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മീറ്റിങ്സ് ഒന്നും നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ഹല്ലേലൂയ. താരാഭിഷേക്കോ റസി ഖാറാബാരീതിക്കോ റസിയ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശുദ്ധാത്മാവ് എന്നെ ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ബിറ്റർനെസ് പാടില്ല, ഈഗോ പാടില്ല, മെയിനായിട്ടും അസൂയ പാടില്ല. ഹല്ലേലൂയ. ധാരാഭാഷയൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു കോർപ്പറേറ്റ് ലൈഫിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു ഫാമിലി ലൈഫ് അങ്ങനെയൊക്കെ ഉള്ളിടത്തായിരിക്കും ഈഗോ അസൂയ കൂടുതൽ. പക്ഷേ ഇപ്പം ആത്മമണ്ഡലത്തിൽ അത് കയറിയിരിക്കുവാണ്. അത് നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ ശത്രു തകർക്കാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വി ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മളോട് എന്തും കാണിച്ചോട്ടെ, പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഉള്ള ഒരു ജഡീക സ്വഭാവം നമ്മളിന്ന് വരരുത്. നമ്മുടെ നാവ് വളരെ സൂക്ഷിക്കുക. ഹല്ലേലൂയ. ആരെന്ത് പറഞ്ഞാലും പരിശുദ്ധാത്മായി പ്രഭാതത്തിൽ എനിക്കാരത്തിൽ ഇങ്ങനെ വർഷിപ്പിനോട്ട് കയറിയില്ല, അതിന് മുന്നേ പരിശുദ്ധാത്മ ഓരോ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ തരിക. ഹല്ലേലൂയ. അത് ഞാൻ ഇപ്പോൾ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ആരോട് നിങ്ങൾ ബിറ്റർനെസ് വെക്കരുത്. എന്നേക്കാളും അവർ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള അസൂയ നിങ്ങളുടെ ഉള്ളിൽ പാടില്ല. ഹല്ലേലൂയ. ഞാൻ മറ്റവനേക്കാളും ഞാൻ കേവനാണ് എന്നുള്ള തോന്നൽ നിങ്ങളിൽ പാടില്ല. എല്ലാ ഇതെല്ലാം ശത്രു കൊണ്ടിടും ദൈവമക്കളെ. നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ അഭിഷേകം ചോർന്നു പോകുന്നത് ഈ മേഖലകളിലാണെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മൾ ബുദ്ധിയുള്ളവരായി ആത്മാവിൽ നല്ല വിസ്റ്റം പ്രാപിച്ചവരായി ദിവസങ്ങളിലായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. കർത്താവ് വലിയ വലിയ കാര്യങ്ങളായിട്ട് നമ്മുടെ അടുത്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനിരിക്കുക. അപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ശത്രു ഇതൊക്കെ കൊണ്ടുവരും. കാര്യം ഇതൊന്നും നമ്മളിൽ നിറവേറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മളിലുള്ള എല്ലാം നമ്മളങ്ങ് ഹമ്പിളാവുക. ബി സൈലൻറ്റ്. ഹലബ ഷക്കലബ. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഹല്ലേലൂയ. ഐ വിൽ ബി സൈലൻറ്റ് ഫോർ എവറിത്തിങ് ബിക്കോസ് ഐ ഹാവ് എ ഗോഡ് ഹൂ ഇൻറ്റർസീഡ്സ് ഫോർ മീ, ഹൂ അഡ്വക്കേറ്റ് ഫോർ മീ. ഹല്ലേലൂയ. കർത്താവ് എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികൾ, ദൗത്യങ്ങൾ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ ഞാൻ എന്നെ തന്നെ താഴ്ത്തും. ഹല്ലേലൂയ. എന്തെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയും അതെല്ലാം ഞാൻ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം നമ്മളിൽ ഓരോരുത്തരും. ഹല്ലേലൂയ. നമ്മളെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ഒരുപോലെയാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. നമ്മൾ ആരെയും ചെറുതായിട്ടോ നമ്മളെ ആരെയും നമ്മളെക്കാളും വലുതായിട്ടോ നമ്മൾ കണക്കാക്കേണ്ട. കർത്താവ് ഈക്വലി, കർത്താവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. ഇനി അധിക സമയം ഇല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഇനി ഇങ്ങനെയുള്ള മത്സരത്തിനും ജഡീക സ്വഭാവങ്ങൾക്കും ഒന്നും ഇനി സമയമില്ല. കർത്താവിൻ്റെ സഭ ഹല്ലേലൂയ അവസാന സമയങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും കർത്താവിന് വേണം, കർത്താവിൻ്റെ സഭ പണിതെടുക്കാനായിട്ട്. So first thing what you have to do is you should not go away from the word of God. Second thing, you should have a prayerful life. Third thing, you should be led by the Holy Spirit always. Fourth thing is you should be a glory carrier. Wherever you go, you should, hallelujah, you should be releasing God's power. Hallelujah. എങ്കിൽ മാത്രമാണ് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ അത്ഭുതം നടക്കുന്നത്. ഹല്ലേലൂയ. അനേക ആത്മാക്കളെ നേടുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ തന്നെ ഈ പ്രഭാതത്തിൽ ഈ 2026 this Friday morning പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, surrender to Jesus, surrender to Holy Spirit, let Holy Spirit work through us. Hallelujah. നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇത്രയും കാര്യങ്ങൾ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുവാൻ എന്നോട് പറഞ്ഞു. അത് നമുക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹമാണ്. ശത്രു നമ്മളിൽ നിന്ന് നമ്മുടെ അനുഗ്രഹങ്ങളെ ചോർന്നു കൊണ്ടുപോകുന്നത് ഈ വഴികളിലൊക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കുക, നമ്മുടെ ആത്മക്കണ്ണുകൾ തുറന്ന് ജാഗ്രതയോടെ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് വീണ്ടും ഓർപ്പിക്കുന്നു. ആമേൻ.
എൻ്റെ ദൈവത്താൽ എന്നെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. എൻ്റെ ദൈവത്താൽ എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ. എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാനിടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ പാലിക്കും ഞാൻ. എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. Let us go to the promise soon. Hallelujah. Today's promise is from Deuteronomy 39 says like this: the Lord your God will make you most prosperous in all the work. Hallelujah. ആവർത്തന പുസ്തകം 30:9 പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ 2026 പ്രോഫസീസ് ദൈവമക്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിലെ ഒരു കാര്യം ഇത് തന്നെയായിരുന്നു, God is going to make us prosperous in all the work. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു പ്രോസ്പറസ് ആയി തീരാൻ പോകുക ദൈവമക്കളെ. How many of you are happy? Hallelujah. In all the work of our hands, the Lord will make us prosperous. Hallelujah. നമ്മൾ സദൃശ്യവാക്യങ്ങൾ Proverbs 10:22 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, the blessings of the Lord makes one rich and he adds no sorrow with it. Hallelujah. Karaba sheko rasikaraba. Proverbs Hallelujah 10:22. Hallelujah. Rikarabrasya dararabe. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന ദൈവ പൈതൽ, ഹല്ലേലൂയ, ആ ദൈവ പൈതലിന് സമ്പത്തുണ്ടാക്കുവാൻ അനുഗ്രഹം വരുന്നത് എവിടെ നിന്നാണ് ദൈവമക്കളെ? ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ. ഓ, when you will receive such a blessing, എപ്പോഴാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്? ദൈവത്തെ നമ്മൾ അനുസരിക്കുമ്പോഴാണ്. when you obey, അല്ലേ? വചനം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു, when you obey the voice of the Lord
and do all his commandments, and all God's abundant blessings will come upon you. ദൈവവചനം പ്രമാണിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന, ദൈവശബ്ദം കേട്ട് അനുസരിച്ച് ചുവടുകൾ വെക്കുന്ന ദൈവ പൈതലിന് ഹല്ലേലൂയ. നന്മയും കരുണയും, നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട. ഹല്ലേലൂയ. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം ഒക്കെ നമ്മളെ പിന്തുടരും ദൈവമക്കളെ. ഹല്ലേലൂയ. എക്സാമ്പിൾ നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. കർത്താവ് എന്താ യോഹന്നാൻ സുവിശേഷത്തിൽ 10:30 പറഞ്ഞ, I and my Father are one. He did all the things which were God's will, and Jesus sought the Father diligently. അല്ലേ? ഹല്ലേലൂയ. ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. ദൈവം പിതാവിൻ്റെ ഹിതം എന്നിലൂടെ നിറവേറുന്നു. ഞങ്ങൾ ഒന്നാണ്. ഹല്ലേലൂയ. അഥലാരബ സന്ദരബേ ഓ റീകോ റസികാലബ ഋതികെ റസികാലബ ശന്ദരലബ. ഇത് നമ്മൾ ആ ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 30-ാം അധ്യായം നമ്മൾ 1 മുതൽ 8 വരെ നമ്മൾ പഠിക്കുമ്പോൾ അത് ആക്ച്വലി ഇറ്റ് ഈസ് എ കവനന്റ് റെസ്റ്റോറേഷൻ പ്രോമിസ് ആണത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ഒബീഡിയൻസിൽ നിന്ന് മാറിപ്പോയപ്പോൾ കർത്താവ് അവരെ വീണ്ടും എൻകറേജ് ചെയ്ത് കർത്താവ് അവരെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, വെൻ യു ഒബേ മൈ കമാൻഡ്മെൻറ്റ്സ്, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ട സമൃദ്ധി, നിങ്ങൾക്ക് വേണ്ട സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഗോഡ് വിൽ റിലീസ് പ്രോസ്പെറിറ്റി. ഹല്ലേലൂയ. അതിൻ്റെ ഹീബ്രു വേർഡ് ഇങ്ങനെയാണ്, പ്രോസ്പെറസ് മീനിങ് യഥാർ. യഥാർ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഡു ഗുഡ്, ടു മേക്ക് അബൻഡൻറ്റ്, ടു എക്സൽ. ഒരു ഓവർഫ്ലോയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ടു ഓവർഫ്ലോ വിത്ത് ഫേവർ. ഹല്ലേലൂയ. ഇത് നമ്മൾ എന്താ പറയുക, ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസ്പെറിറ്റി അല്ല. നമ്മൾ വരത്തില്ല സർവൈവ് ചെയ്ത് പോകുന്നു, അങ്ങനെയല്ല. ഒരു ഓവർഫ്ലോയിങ് ഗുഡ്നെസ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ 2026 വരാൻ പോകാതെ മക്കളെ. ഹല്ലേലൂയ. ഡു യു ബിലീവ് ദിസ്? ഹല്ലേലൂയ. ആ ഒരു അബണ്ടൻസ് നമ്മുടെ ഫൈനാൻഷ്യൽ മേഖലയിലുണ്ടാവും, നമ്മുടെ സ്പിരിച്വൽ ലൈഫിലുണ്ടാവും, നമ്മുടെ മിനിസ്ട്രിയിലുണ്ടാവും. ഹല്ലേലൂയ. നമ്മൾ കഷ്ടപ്പെടുന്നത് ഒന്നും വൃഥാവാകത്തില്ല. ഹല്ലേലൂയ. ചില പറയത്തില്ലേ, ഞാൻ പകൽ അധ്വാനിക്കുക, പത്രോസ് പറഞ്ഞല്ലോ, പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷേ യേശുവിൻ്റെ വാക്കിൽ അവിടെ വലയെറിഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം ലഭിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ നോക്കണം, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നത് നമ്മൾ കർത്താവിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ പ്രസൻസിൽ നമ്മളായിരിക്കും. അതാണ് സങ്കീർത്തനം 91-ാം സങ്കീർത്തനം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും ആ മറവിൽ വസിക്കുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ, ഓൾ ബ്ലെസ്സിങ്സ് ആർ ദേർ. ഹല്ലേലൂയ. നമ്മൾ എന്ത് നമ്മുടെ കരം കൊണ്ട് ചെയ്താൽ ഹാൻഡ്സ് ആർ ബ്ലെസ്ഡ് വെൻ our heart is surrendered to God. ഹല്ലേലൂയ. നമ്മൾ കരങ്ങൾ കൊണ്ട് ചെയ്യുന്നതിനെ ഒക്കെ കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഈ പ്രഭാതി നമുക്ക് പറയാം, കർത്താവേ, my labor will no longer be wasted. The Lord himself will prosper the work of my hands. Hallelujah. ദിവസങ്ങൾ I'm going into supernatural increase. Hallelujah. കർത്താവ് എൻ്റെ മേൽ തന്ന എല്ലാ അസൈൻമെൻറ്റ്സിലും hallelujah I will produce fruit. hallelujah. കർത്താവ് എപ്പോഴും ഞാനെന്ന വൃക്ഷത്തിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും ഫലം കാണുന്ന ഹല്ലേലൂയ ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ. ഹല്ലേലൂയ. എൻ്റെ മിനിസ്ട്രി ആയിക്കോട്ടെ, എൻ്റെ ബിസിനസ് ആയിക്കോട്ടെ, എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ബ്ലെസ്ഡ്. ഹല്ലേലൂയ. ഐ വിൽ പ്രോസ്പർ വിത്ത് പീസ്. ഹല്ലേലൂയ. ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഹല്ലേലൂയ ഞാൻ നന്മ പ്രാപിക്കുമല്ല. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഉള്ളിലിരുന്ന്, ആ ഏതൻ ലൈഫിൽ ഉള്ളിലിരുന്ന് ആ ഏതനിലുള്ളതെല്ലാം ഞാൻ അനുഭവിക്കുവാണ്. വാട്ട് എവർ ഐ ടച്ച് ഇറ്റ് വിൽ മൾട്ടിപ്ലൈ. ഹല്ലേലൂയ. എല്ലാ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ God's joy will rest on my work. എല്ലാ ഡിലേയ്സ്, നമ്മുടെ എല്ലാ മേഖലകളിലുള്ള ഡിലേയ്സ് I break in the mighty name of Jesus Christ. Delays are broken. Hallelujah. I walk in covenant prosperity.
പ്രോസ്പെറിറ്റി ഇൻ ജീസസ് നെയിം. എത്ര പേരെങ്ങനെ പറയും കുദാലഗതികസ്യ നമ്മൾ രാപ്പകൽ പത്രോസിനോട് നമ്മളെ കർത്താവ് പഠിപ്പിച്ചതാണ്. രാപ്പകൽ ദൈവ സാന്നിധ്യമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഫ്ലറിഷ് ചെയ്യത്തില്ല, പ്രോസ്പർ ചെയ്യത്തില്ല, ഫ്രൂട്ട്ഫുൾ ആകത്തില്ല ദൈവമക്കളെ. പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നു, ഇഫ് യു വാണ്ട് പ്രോസ്പെരിറ്റി, യു വാണ്ട് abundance, you want favor, if you want the fruitfulness in all areas of your life, your heart should be aligned with God. God blesses faithful obedience. ദൈവത്തിന് വേണ്ടത് വിശ്വസ്തയോടെ അനുസരിക്കുന്ന ദൈവ പൈതലിനെ ആണ്. ഹല്ലേലൂയ. when we walk in repentance, നമുക്കൊരു മാനസാന്തരം വേണം. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, രക്ഷിക്കപ്പെടുമ്പോഴുള്ളൊരു മാനസാന്തരം കൊണ്ട് പല ദൈവമക്കളും ജീവിക്കുന്നുണ്ട്. And they say that they are all holy. Hallelujah. നമ്മൾ ദിനംതോറും നമ്മുടെ ഉള്ളിൽ, അതാ ഞാൻ പറഞ്ഞു 2026 നമ്മുടെ മേലുള്ള ബ്ലെസ്സിങ്സിന് തടസ്സമായി കിടക്കുന്ന മാനസാന്തരപ്പെടാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കണം. We should walk in repentance, humility and obedience. Hallelujah. അപ്പോൾ നമ്മുടെ നമ്മൾ കരങ്ങൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവമക്കളെ അത് ബ്ലെസ്സിങ് ആയി തീരും. ഹല്ലേലൂയ. താലാബ ഷാകാലാബ റീതകോ റസിഖാരാബ ദേരേബേസേകോ റസിഖാരാബ നമ്മുടെ എല്ലാ ഹാലലിയ പ്രവൃത്തികളെയും യോർ വർക്ക് വിൽ നോട്ട് ഫെയിൽ. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിൻ്റെ കോളിംഗ്, ഇതിന് മുന്നേ ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞതാണ്, നമ്മളെ ദൈവത്തിൻ്റെ കോളിങ്ങിലാണ്, നമ്മൾ ദൈവത്തിൻ്റെ പർപ്പസിലാണ് നിൽക്കണേല്ലേ. ഹല്ലേലൂയ. പ്രൊഡ്യൂസ് ഫ്രൂട്ട്. ഹാലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഫ്രൂട്ട് അതിൽ നിന്ന് പുറപ്പെടും. ഹാലേലൂയ. കാലാബ ഷാകാലാബ. ആ സർവൈവ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു തലമൊക്കെ മാറി നമ്മൾ അബണ്ടൻസിലേക്ക് വരും. ഹാലേലൂയ. നമ്മുടെ ജീവിതം വിൽ ബിക്കം, ആ ലൈഫ് വിൽ ബിക്കം എ testimony of restoration. Hallelujah. Rico Rasikala Brasia. ശരിക്കും ദൈവം ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബ്ലെസ് ചെയ്യുക മാത്രമല്ല, ഹി ഷേപ്പിംഗ് ആ ഫ്യൂച്ചർ ത്രൂ ഇറ്റ്. Hallelujah. സോ ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാം, Lord, I walk in covenant alignment. The Lord prospers the work of my hands. My efforts will produce fruit. My calling will fulfill God's destiny and my life glorifies God in Jesus name. Amen. Hallelujah. വർഷങ്ങളാ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പുതിയ വർഷത്തിൽ ഇനി വരുന്ന നെക്സ്റ്റ് തേഴ്സ്ഡേ ആണ് നമ്മുടെ സൂപ്പർനാച്ചുറൽ റെക്കബോസ് മീറ്റിംഗ് ഉള്ളത്. പക്ഷേ ഈ 6-ാം തീയതി മുതൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ 2026 നമ്മൾ ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുവാണ്. സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നവർക്ക്, കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനൊക്കെ ആഗ്രഹമുള്ളവർ ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വരിക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ ബൈബിൾ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ യു വിൽ നോ ഹൗ ടു ഷെയർ ദ ഗോസ്പൽ വിത്ത് അതേഴ്സ്. ഹല്ലേലൂയ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ആ ബൈബിൾ സ്റ്റഡിക്കകത്ത് ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം അത് കേട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾ സുവിശേഷം പറയാതിരുന്നാൽ ഹല്ലേലൂയ, അത് നിങ്ങൾ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. ഹല്ലേലൂയ. പലരോടും ഞാൻ കർത്താവിൻ്റെ വേലയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അവരൊക്കെ പറയുന്ന ഇതാണ്, ഞങ്ങൾക്ക് അധികം വചനം അറിയത്തില്ല. അവർ വർഷങ്ങളായി കർത്താവിൻ്റെ സഭയിൽ ഇരിക്കുവാണ്, പക്ഷേ അവർക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ല, വചനം പറയാൻ അറിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ എത്ര വചനം കേട്ടു, ഇത്രയും വർഷം നമ്മൾ കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ അത് വളരുന്നില്ല എങ്കിൽ നമ്മളിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. ഇനിഷ്യലി പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ വിത്തുകൾ, നമ്മുടെ ഉള്ളിൽ വന്ന വചന വെളിപ്പാടുകൾ, വചന വിത്തുകൾ വളരണമെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ഹൃദയം അതിനു വേണ്ടി നമ്മൾ ഒരുക്കി കൊടുക്കണം. അത് പരിശുദ്ധാത്മാവാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആ ശുശ്രൂഷ ചെയ്യും. സോ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, ഈ 6th ഈ വരുന്ന ട്യൂസ്ഡേ
നമ്മൾ ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ടൈമിംഗ് സെയിം 8 മണിക്ക് തന്നെ ആയിരിക്കും. 8 മണി തൊട്ട് എത്ര കുറച്ച് നേരം 1 മണിക്കൂറൊക്കെ കാണുമായിരിക്കും. അപ്പം 8 മണിക്ക് എന്തായാലും ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരിക. രക്ഷിക്കപ്പെടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ മീറ്റിങ്ങിനകത്തേക്ക് ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക. ഹല്ലേലൂയ. സോ എവറിത്തിങ് ഈസ് ഫ്രീ ഫ്രം മൈ സൈഡ്. എനിക്ക് അങ്ങനെ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. അതിൽ കർത്താവ് സൗജന്യമായി തന്നു, അതുകൊണ്ട് സൗജന്യമായി കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനേകർക്ക് അതൊരു അനുഗ്രഹമായി തരും. അനേകർ കർത്താവിൻ്റെ അവരുടെ ഭവനത്തിലുള്ളവർ, ചുറ്റുപാട് അയൽവക്കത്തുള്ളവർ, മറ്റുള്ളവരോടൊക്കെ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ആ ബൈബിൾ സ്റ്റഡി നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങൾ ശക്തരായ ശുശ്രൂഷകരായി തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കർത്താവിന് വേണ്ടി ജ്വലിക്കേണ്ട ഒരു വർഷമാണ് 2026. കാരണം ഈ വർഷം ഒരു വലിയ ബിഗ് ഹാർവസ്റ്റിൻ്റെ ഒരു വർഷം കൂടിയാണ്. സോ ആത്മാക്കളെ നേടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രയോറിറ്റി. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വീട് വയ്ക്കുന്നതോ നമ്മൾ UK പോകുന്നതോ US പോകുന്നതോ ഒന്നുമല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രധാനപ്പെട്ട കാര്യം ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദർശനത്തോടെ വളരെ കുറച്ച് ആൾക്കാരെ ഞാനിപ്പോൾ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഐ തോട്ട് ഫ്രം മൈ സൈഡ് എനിക്ക് പറ്റുന്ന രീതിയിൽ കർത്താവിൻ്റെ വചനം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഉള്ളവർ കുറച്ച് പേരെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ 6-ാം തീയതി രാത്രി 8 മണിക്കായിരിക്കും ആ ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ വചനത്തിന് ദാഹമുള്ളവർ, കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളവർ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കപ്പെടാത്ത അനേകരുണ്ട്, അവർ രക്ഷയിലേക്ക് വരണം എന്ന ആത്മദാഹമുള്ളവർ ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ. സോ അതാണ് ആ കാര്യം. പിന്നെ നമ്മുടെ മീറ്റിങ്സ് Thursday Friday യൂഷ്വൽ മീറ്റിങ്സ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ സൂപ്പർ നാച്ചുറലി കർത്താവ് മീറ്റിങ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാര്യം ഓർപ്പിക്കുവാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ വചനത്തോടനുബന്ധിച്ച് ഒരു ടെസ്റ്റിമണി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ദൈവ പൈതൽ 2-3 പേർക്ക് ഹല്ലേലൂയ അവരുടെ ബിസിനസ്സുകളിൽ വളരെ തകർന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു. വളരെ നല്ല രീതിയിൽ ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരുന്ന അവരുടെ ബിസിനസ് സ്റ്റക്കായി, വലിയ ബിസിനസ്സൊന്നും ഇല്ലാതെ ഇരുന്നു. അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുവാൻ എന്നെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. അവരുടെ ഒക്കെ ബിസിനസ് വളരെ ഫ്ലറിഷിംഗ് ആയിട്ട് പോകുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവർക്ക് ആത്മീയമായി ചില കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ കാര്യങ്ങളെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അവർക്കൊരു ഗൈഡൻസ് കൊടുത്തു. അപ്രകാരം അവർ ചെയ്തു. ആ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് അങ്ങനെ അവരുടെ ബിസിനസ്സുകളെ വീണ്ടും ഫ്ലറിഷ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ദൈവമക്കളെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം നമ്മൾ വിചാരിക്കും, എനിക്ക് അക്കൗണ്ടിൽ നല്ല കാശുണ്ട്, എനിക്ക് നല്ല ഹോൾഡുണ്ട്, എനിക്ക് നല്ല ബിസിനസ് ജ്ഞാനമുണ്ട്. ബിസിനസ് ജ്ഞാനമുള്ള പത്രോസാണല്ലോ വലയെറിഞ്ഞത്. ഹല്ലേലൂയ. എൻ്റെ രാവും പകലും വലയെറിഞ്ഞിട്ടും മീൻ കിട്ടിയില്ല. ഹല്ലേലൂയ. വിത്തൗട്ട് ഗോഡ്, ദൈവമില്ലാതെ, ദൈവ സാന്നിധ്യമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും പ്രാപിക്കാൻ ദൈവമക്കളെ കഴിയത്തില്ല. ഹല്ലേലൂയ. സോ ഇഫ് യു ഗോട്ട് എനി പ്രയർ റിക്വസ്റ്റ്, നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. എൻ്റെ നമ്പർ 8138814577. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി. ഐ വിൽ കോണ്ടാക്റ്റ് യു. ഓക്കെ. നിങ്ങൾക്ക് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ, ഈ ദിവസങ്ങൾ അനേക രോഗികൾക്ക് കർത്താവ് എന്നിലൂടെ പരിശുദ്ധാത്മാവ് അവരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ നാച്ചുറൽ മിറക്കിൾസാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇഫ് യു ആർ സിക്ക്, ഇഫ് യു നീഡ് എ പ്രയർ, യു ക്യാൻ കോൾ മീ അറ്റ് മൈ നമ്പർ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, എന്ത് വിഷയമാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരാം. കർത്താവോടെ അത്ഭുതം ചെയ്യും. ഇവിടെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്, ഞാനെന്ന വ്യക്തി അല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. യു ഹാവ് ടു ലുക്ക് ടു ഗോഡ്. എന്നെയോ പ്രാർത്ഥിക്കുന്നവരെ അല്ല നിങ്ങൾ നോക്കണം.
നിങ്ങൾ ദൈവത്തെയാണ് നോക്കേണ്ടത്. ഹല്ലേലൂയ. കാലാഭാഷേക്കോ റസിക്കാരവ കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല. ഹല്ലേലൂയ. ഓ റിക്കോ റസിക്ക. ഈ ദിവസങ്ങൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ, വളരെ ഉത്സാഹത്തോടെ, വളരെ എരിവോടെ നിങ്ങളായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ. സോ നമുക്ക് വീണ്ടും നാളെ പുതിയൊരു കർത്താവിൽ നിന്നുള്ള വചനവുമായി, മെസ്സേജുമായി, പ്രോമിസുമായി വീണ്ടും കാണാം. May God bless you all. Bye bye. Thank you for listening to this message. May God bless you.